പ്രിയമുള്ളവരെ, തിയോളജിയായുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിതാക്കളിൽ ചിലർ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള വിശദീകരണം. പലരും എഴുതി ചോദിച്ച ഒരു വിഷയമാണ് വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ വിജ്ഞാനത്തെ സ്ത്രീലിംഗ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അവൾ എന്ന്. ഇതിൽ പറയുന്ന പല ആശയങ്ങളും പുതിയ നിയമത്തിൽ യേശുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൽ നിന്ന് ചില പാഷണ്ഡതക്കാർ രൂപം കൊണ്ടിട്ടുണ്ട്. അതായത് മനുഷ്യാവതാരം ചെയ്ത പുരുഷനായ യേശുവിന് തുല്യം സ്വർഗത്തിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നും അതുകൊണ്ട് ദൈവീകതയിൽ ഒരു സ്ത്രീ അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിനൊരു മകനുണ്ട്, ഒരു മകളുണ്ട്. ഇതാണ് ഇക്കൂട്ടരുടെ വാദം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെയാണ് ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുക. പഠിതാക്കളുടെ ചോദ്യങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഇപ്രകാരം പൊതുവായി മറുപടി പറയും എന്നുള്ളത് നാം ആരംഭത്തിലെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം പലരും ഉന്നയിച്ച ചോദ്യം എന്ന നിലയിൽ അതിന് ഈ എപ്പിസോഡിലൂടെ പൊതുവായ മറുപടി പറയുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കും. അതായത് പരിശുദ്ധ കന്യക മറിയത്തെ ജ്ഞാനമായി കരുതുകയും മറിയത്തെ ത്രിത്വത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നും അതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇവിടെ എന്തുകൊണ്ട് വിജ്ഞാനം സ്ത്രീയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യമേ തന്നെ ചില അടിസ്ഥാന നിഗമനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി, ഇതൊരു സ്ത്രീവിരുദ്ധ നിലപാടായിട്ട് ആരും എടുക്കരുത്. ദൈവത്തിൽ സ്ത്രീ ഇല്ലേ എന്നൊരു ചോദ്യം അപ്രസക്തമാണ്. കാരണം എന്താണ്? മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ പുരുഷനായിട്ടാണ് അവതരിച്ചത് എന്നുള്ളത് സത്യം. അവനാണായിരുന്നു എന്നുള്ളത് സംശയരഹിതമായി ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അവിടുത്തെ സത്തയിൽ എപ്രകാരമാണ് നിലകൊള്ളുന്നത്? അവിടുന്ന് പിതാവാണോ? പിതാവ്, പുത്രൻ എന്നൊക്കെ പറയുന്ന പുല്ലിംഗ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് ദൈവം പുരുഷനാണ് എന്നൊരു സമീപനം സഭയുടെ ഭാഗത്തിൽ. കാരണം അപ്രകാരമുള്ള വ്യത്യാസങ്ങൾക്ക്, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾക്ക്, സ്ഥലകാല ഭേദങ്ങൾക്ക് ഒക്കെ അതീതമായ ഒരു സത്യമാണ് ദൈവം എന്ന് പറയും. അതുകൊണ്ട് സത്യദൈവം ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്നൊരു വിഷയം ഇവിടെ ഉന്നയിക്കുന്നത് അപ്രസക്തമായ വിഷയമാണ്. അതുകൊണ്ട് ഇതൊരു സ്ത്രീ സമത്വവാദമായിട്ടോ സ്ത്രീകൾക്കെതിരായ വാദമായിട്ടോ ഒന്നും ബന്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നാം ഇവിടെ സംസാരിക്കുന്നത് ദൈവം അവിടുത്തെ സത്തയിൽ എപ്രകാരമായിരുന്നു, അവിടുന്ന് ജ്ഞാനത്തെ എങ്ങനെയാണ് വിശദീകരിച്ചിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ജ്ഞാനത്തെ സ്ത്രീയായിട്ട് അവതരിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ പലതുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പ്രഭാഷകന്റെ പുസ്തകം, സുഭാഷിതങ്ങൾ, ഇവയൊക്കെയും ഇപ്രകാരം സംസാരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 20-23 വാക്യങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ഈ ഗ്രന്ഥകാരൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ദൈവിക ജ്ഞാനത്തെ സ്ത്രീയായി അവതരിപ്പിക്കുന്ന പതിവാണ് ഇവിടെയുള്ളത്. ഇതേ ആശയം തന്നെ 8-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം 12 വരെയുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതായത് വിജ്ഞാനം സ്ത്രീയായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. വിജ്ഞാനത്തെ സ്ത്രീയായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള ഈ ഒരു അടിസ്ഥാന വിഷയത്തെയാണ് നമ്മൾ ഇവിടെ അഭിമുഖീകരിക്കുന്നത്. അല്ല, ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതും അടിസ്ഥാനപരമായ ആ വിഷയത്തെയാണ്. അവൾ
അവൾ അവൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. അവളെ അന്വേഷിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ലഭിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ അന്വേഷിക്കുന്നവർ അവളെ കണ്ടെത്തുന്നു. അവളെ ലഭിച്ചവർക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെ വിജ്ഞാനത്തെ പൂർണ്ണമായും സ്ത്രീ അവതരിപ്പിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കും. ഇതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഒന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് ഈ ജ്ഞാനഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം 8-ാം അധ്യായം ഒരു കീർത്തന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കാവ്യഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. കാവ്യഭാഷ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കാവ്യങ്ങളിൽ അലങ്കാരങ്ങൾ, ബൈബിളിൽ തന്നെ ഇപ്രകാരമുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകൾ, അതല്ലെങ്കിൽ പ്രതീകങ്ങൾ, രൂപകങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കായേൻ്റെയും ആബേലിൻ്റെയും കഥ പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നമുക്കറിയാം, രക്തം വിളിച്ച് കരയല്ല, ആബേല് വിളിച്ച് കരഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ട്. പക്ഷേ രക്തം ഇപ്പോഴും അവിടെ കിടന്ന് എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കാവ്യാത്മകമായ അവതരണം. യാക്കോബിൻ്റെ ലേഖനം വായിക്കുക, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണം ഉണ്ടാകും. ഗർഭം ധരിക്കുക, പ്രസവിക്കുക, വളരുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ജീവനുള്ള വസ്തുതകളെക്കുറിച്ച് പറയാം. ദുർമോഹം, പാപം തുടങ്ങിയ അമൂർത്ത വസ്തുതകളെ അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരം മാനുഷികമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് ഏത് തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നാം ഗ്രഹിക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. ജ്ഞാനത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചില വാക്യങ്ങൾ, നഗരകവാടത്തിൻ്റെ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്, നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ വകതിരിവ് പഠിക്കുവിൻ, ഭോഷരെ ശ്രദ്ധിക്കുവിൻ. ഇപ്രകാരം ഈ ജ്ഞാനം വലിയ ഉപദേശം നൽകുന്നു. അതൊരു സ്ത്രീയുടെ ഉപദേശമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ നന്മയെയും തിന്മയെയും ഇപ്രകാരം വ്യക്തികളായി, വിശിഷ്യ സ്ത്രീകളായി അവതരിപ്പിക്കുന്ന ശൈലി ഹെബ്രായ പാരമ്പര്യത്തിൽ ഉള്ളതാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും അതായത് ഇപ്രകാരമുള്ള ആഖ്യാന ശൈലിക്ക് ഭാഷാശാസ്ത്രത്തിൽ പറയുന്നത് പ്രോസോ പൊയ്യ എന്ന വാക്കാണ്. പ്രോസോപ്പോൺ എന്ന് പറഞ്ഞാൽ മുഖം, വ്യക്തി എന്നൊക്കെയാണ് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം. പൊയ്യേവോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തിക്കുക, അപ്രകാരമുള്ള ഒരു നിയോഗം ലക്ഷ്യമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പ്രോസോപൊയ്യ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക വ്യക്തിവൽക്കരണം എന്നാണ്. അതായത് സ്നേഹത്തെ വ്യക്തിവൽക്കരിച്ച് സംസാരിക്കുക. അമൂർത്തമായ ഒരാശയമാണ് സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്യുന്നുണ്ട്. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹമുള്ളവർ അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ അപ്പോസ്തലൻ പറയുന്നത് സ്നേഹം അനുചിതമായി പെരുമാറുന്നു. അത് വിജ്ഞാനം മങ്ങലേൽക്കാത്തത്, അത് തിരോഭവിക്കാത്തതാണ്. ഇപ്രകാരം ബൈബിൾ പറയുമ്പോൾ അതായത് അമൂർത്ത ആശയങ്ങളെ വ്യക്തിപരമായി അവതരിപ്പിക്കും. പ്രോസോപൊയ്യ എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ വ്യാഖ്യാന പദമാണ് എൻകോമിയം എന്ന് പറയുന്നത്. അതായത് പ്രകീർത്തന ഗാനം. എൻകോമിയം അതും ഒരു ഗ്രീക്ക് പദമാണ്. പ്രകീർത്തന ഗാനമാണ്. അതായത് ഈ വിജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുക. വിജ്ഞാനത്തെക്കുറിച്ച്
വളരെ വ്യക്തമായ കീർത്തനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇതാ ഈ വചനഭാഗത്ത് തന്നെ സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാളും തങ്കത്തേക്കാളും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ പ്രകീർത്തനമാണ്. ജ്ഞാനം ലഭിച്ചാൽ അതോടൊപ്പം ലഭിക്കുന്ന അനുബന്ധമായ നന്മകൾ ഏതൊക്കെയെന്നാണ് ഈ കീർത്തനത്തിൽ പറയുക. അതായത് ഇവിടെ വ്യക്തിവൽകൃതമായ ഒരു പ്രകീർത്തന ഗാനമാണ് ഈ വചനം എന്ന് തിരിച്ചറിയും. അതായത് ഒരു കാവ്യം, ഒരു പ്രകീർത്തന കാവ്യം അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം അത് കവിയുടെ അല്ലെങ്കിൽ രചയിതാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് ചക്രവാളത്തോളം അതിരുകളുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് കവി പറയുമ്പോൾ മുഖം വിളങ്ങുന്നത് ആരുടേതാണ്? രാജാവിൻ്റേതാണ്. രാജാവിൻ്റെ മുഖം ചന്ദ്രനെ പോലെ പപ്പട രൂപത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുണ്ടും കുഴിയും ഗർത്തങ്ങളും എല്ലാം രാജാവിൻ്റെ മുഖത്തുണ്ട്. ചന്ദ്രനിലെ പുള്ളികളും പാണ്ടുകളും രാജാവിൻ്റെ മുഖത്തുണ്ട് എന്നാണോ? അല്ല. അവിടെ ഉദാഹരിക്കുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. രാജാവിൻ്റെ മുഖത്തിൻ്റെ തിളക്കം ചന്ദ്രപ്രഭയുടെ തിളക്കം പോലെയാണ് എന്നത് മാത്രമേ അവിടെ ഉദാഹരിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഉപമയെ പദാനുപദം നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ നാം അപകടത്തിൽപ്പെടും. അതായത് ബൈബിളിൽ ഈ പറയുന്നത് ഒരു കാവ്യമാണ് എന്ന് പറയുമ്പോൾ ഒരു കാവ്യത്തെ വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ശരിയാം വിധത്തിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. അല്ലാതെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് അപകടം സംഭവിക്കുക. ഈ കാവ്യരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അമൂർത്തമായവയെ വ്യക്തിവൽക്കരിക്കുകയും അപ്രകാരം വ്യക്തിവൽക്കരിക്കപ്പെട്ടവയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ശൈലി ബൈബിളിലുണ്ട്. അല്പം കൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ അമൂർത്തമായവയെ വ്യക്തിവൽക്കരിക്കുന്ന പ്രോസോപൊയ്യ എന്ന് പറയുന്ന സങ്കേതവും വ്യക്തിവൽക്കരിക്കപ്പെട്ട ഇത്തരം അമൂർത്തമായവയെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ എൻകോമിയം ശൈലിയും വിശുദ്ധ ബൈബിളിൻ്റെ രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇവ രണ്ടിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകും ഈ വചനത്തെ സ്ത്രീയായി അവതരിപ്പിക്കാനുള്ള അമിതാവേശം അല്ലെങ്കിൽ വിജ്ഞാനത്തെ സ്ത്രീയായി അവതരിപ്പിക്കാനുള്ള ആശയമല്ല ബൈബിളിലുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഒരു പുരുഷ സർവനാമം ഉപയോഗിക്കാമായിരുന്നു? അവൻ അവൻ എന്ന് ഉപയോഗിച്ചില്ല, അവൾ എന്ന് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന്? അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. അതായത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരുപക്ഷെ അത് മനസ്സിലാകണമെന്നില്ല. അതായത് നമുക്കറിയാം, നമ്മൾക്ക് പദങ്ങളുടെ അല്ലെങ്കിൽ നാമരൂപങ്ങളുടെ ലിംഗം നിശ്ചയിക്കുന്നത് വസ്തുതാപരമായിട്ടാണ്. ആൺകുട്ടി, പെൺകുട്ടി, കലമാൻ, പേടമാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂവങ്കോഴി, പിടക്കോഴി, അവയെല്ലാം പദങ്ങൾ വളരെ കൃത്യമാണ്. സ്ത്രീ രൂപത്തിലുള്ളവയ്ക്ക് മാത്രമേ സ്ത്രീ ലിംഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പുരുഷ രൂപത്തിലുള്ളവയ്ക്ക് പുല്ലിംഗങ്ങൾ ഉപയോഗിക്കും. വളരെ കൃത്യമാണ് നമ്മുടെ ഭാഷ. ഇംഗ്ലീഷും ഒരു പരിധിവരെ അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ ആലോചിക്കുക, ഈ നപുംസകലിംഗം എന്ന് പറയുന്ന ഒരു ലിംഗം നമുക്കുണ്ട്. ആണോ പെണ്ണോ അല്ലാത്ത, ഇപ്പം കസേര, മേശ, ഇതൊന്നും ലിംഗം നിർണയിക്കാൻ പറ്റാത്തതായതുകൊണ്ട് അവയെ വ്യാകരണത്തിൽ നപുംസകങ്ങൾ എന്ന് വിളിക്കും. എന്നാൽ പല ഭാഷകളിലും അങ്ങനെയല്ല. ഹീബ്രു അടക്കം, ഇത് എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണെന്ന് പറഞ്ഞു. ഹീബ്രു അടക്കം, ഹീബ്രുവിലെ പറയുന്നതിന് മുമ്പ്
ഇപ്പോൾ നിലവിലുള്ള യൂറോപ്യൻ ഭാഷകൾ നോക്കും. ഇപ്പോൾ ഉദാഹരണം ജർമ്മൻ ഭാഷയിൽ മേശ എന്ന് പറയുന്നത് പുല്ലിംഗ പദമാണ്. ദർ ടിഷ് എന്ന് പറയുമ്പോൾ ദർ എന്ന് പറയുന്നത് പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ്. അല്ലെങ്കിൽ തീവണ്ടി, തീവണ്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ ജർമ്മൻ ഭാഷയിൽ, ഒന്ന് പുല്ലിംഗം ഒന്ന് സ്ത്രീലിംഗം രൂപത്തിൽ നമുക്ക് ദർ സുഗ് അല്ലെങ്കിൽ ദി ബാൻ എന്നൊക്കെ പറയുമ്പോൾ ഭാഷയ്ക്ക് അടിസ്ഥാനപരമായി പുല്ലിംഗ സ്ത്രീലിംഗ ഭേദങ്ങളുണ്ട്. ചില പദങ്ങൾ അത് പുരുഷനായതുകൊണ്ടോ സ്ത്രീ ആയതുകൊണ്ടോ അല്ല, സമാനമായ ഒരു ശൈലിയാണ് വാസ്തവത്തിൽ ഹീബ്രു ഭാഷയിൽ. ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഇവിടെ ഹോക്കുമ വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ആ പദം ഹോക്മ, ആ പദത്തിൻ്റെ എൻഡിങ് കണ്ടാൽ തന്നെ ഹീബ്രു ഭാഷയിൽ അറിയാം അത് സ്ത്രീലിംഗ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. വിജ്ഞാനത്തെ സൂചിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീലിംഗ പദത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ, പ്രോനൗൺസ് തീർച്ചയായും സ്ത്രീലിംഗമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്രകാരം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നു. ഇത് ദൈവത്തിൻ്റെ വിജ്ഞാനം ഒരു വ്യക്തിയാണെന്നോ ആ വിജ്ഞാനം സ്ത്രീലിംഗമാണെന്നോ ഉള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സക്കറിയായുടെ പുസ്തകത്തിൻ്റെ സക്കറിയ 5-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കുക. ദുഷ്ടതയെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവ നിരത്തിൽ തെരുവിലിരിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണ് ദുഷ്ടതയെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ തെരുവിലിരിക്കുന്ന സ്ത്രീയെല്ലാം ദുഷ്ടരാണെന്നോ അല്ലെങ്കിൽ ദുഷ്ടതയ്ക്ക് സ്ത്രീ രൂപമാണുള്ളത് എന്നോ ഒരു നിഗമനത്തിലെത്തിയാൽ അത് അത്രമേൽ അവിവേകമായി തീരും എന്ന് നിങ്ങൾ ആലോചിക്കും. ദൈവത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന മാമ്രെ എന്ന പദം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന ഹോക്മ എന്ന പദം, ഇവയെല്ലാം ആത്യന്തികമായി സ്ത്രീലിംഗ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പദം വ്യാകരണപരമായി സ്ത്രീലിംഗമാണ് എന്നാണ് അർത്ഥം. ഒരുപക്ഷെ മലയാളത്തിലും ഇംഗ്ലീഷിലും അപ്രകാരം പദങ്ങൾക്ക് വ്യാകരണപരമായി സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങൾ ഇല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പദങ്ങളെല്ലാം നപുംസകങ്ങളിൽപ്പെട്ട പദങ്ങളാണ്. അതേസമയം ഹീബ്രുവിൽ അങ്ങനെ അല്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥശങ്ക ഒഴിവായി കിട്ടും. ഇനി എന്തിനാണ് ഇപ്രകാരം ഈ ഇല്ലാത്ത വ്യാഖ്യാനം നൽകി ഈ വിജ്ഞാനത്തെ മറിയമായി ചിത്രീകരിക്കുക, ദൈവത്തിൻ്റെ മകളായിട്ട് അവതരിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചാൽ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. വിജ്ഞാനത്തെ സ്ത്രീയായിട്ട് അവതരിപ്പിക്കുകയും ഈ വിജ്ഞാന ദേവതയെ ആരാധിക്കുകയും ചെയ്യുന്ന പതിവ് ഇസ്രായേലിലുണ്ടായിരുന്നു. അതായത് ഗ്രീക്ക് ദേവതകളിൽ വിജ്ഞാനത്തിൻ്റെ ദേവതയായി ദേവിമാരുണ്ടായിരുന്നത് പോലെ ഹീബ്രു ചിന്തകർ ആ കാലഘട്ടത്തിലെ ചില ദേവിമാരെ എടുത്തു. അഷേര എന്ന് പറയുന്നൊരു ദേവിയെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ പരിശ്രമിക്കുകയും പിന്നീട് ജോസിയ രാജാവിൻ്റെ മതനവീകരണ കാലത്ത് ഈ വിഗ്രഹവും ഈ ദേവീ വിഗ്രഹവും അതിലെ സർവ പുരോഹിതന്മാരും വധിക്കപ്പെട്ടതായും നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അതായത് ദൈവത്തിനൊരു മകളുണ്ട്, ആ മകൾ അക്ഷേര എന്ന് പറഞ്ഞ ദേവിയാണ്. ഈ ദേവിയെക്കുറിച്ചാണ് വിജ്ഞാന സാഹിത്യത്തിൽ പ്രതിപാദിക്കുന്നത് എന്നൊക്കെ വാദിക്കുന്നവർ പണ്ട് മുതലേ ഉണ്ടായിരുന്നവരായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുക. പിന്നീട് നമുക്കറിയാം ക്രൈസ്തവ പാരമ്പര്യവും ഇപ്രകാരം വിജ്ഞാനത്തെ ആദരിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചത്. പരിശുദ്ധ ദൈവമാതാവിനെ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായി ചിത്രീകരിക്കുന്ന
ഞങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ കാരണമേ എന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ സാങ്താ സോഫിയ കത്തീഡ്രൽ, ഇസ്താംബൂളിലുണ്ടായിരുന്ന സാങ്താ സോഫിയ കത്തീഡ്രൽ, തുർക്കികൾ അത് പിടിച്ചെടുക്കുന്നത് വരെയും പരിശുദ്ധ മാതാവിൻ്റെ വലിയ ഒരു തീർത്ഥാലയമായിരുന്നു എന്ന് നമുക്കറിയാം. അതായത് ഇപ്രകാരം മറിയത്തെ വിജ്ഞാനത്തിൻ്റെ കാരണമായി ചിത്രീകരിക്കുന്നു ഒരു പാരമ്പര്യം ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജ്ഞാന ഗ്രന്ഥത്തിൽ പറയുന്ന മറിയം, വിജ്ഞാന ഗ്രന്ഥത്തിൽ പേര് പറയപ്പെടുന്ന സ്ത്രീ മറിയത്തിൻ്റെ ആദിരൂപമായിരുന്നു എന്ന് വ്യാഖ്യാനമാണ് ഇക്കൂട്ടർ ഉന്നയിക്കുക. പക്ഷേ ക്രൈസ്തവ പാരമ്പര്യം എന്തുകൊണ്ടാണ് മറിയത്തെ വിജ്ഞാനത്തിൻ്റെ കാരണം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, സമ്പൂർണ്ണ ജ്ഞാനമായ ഈശോയെ ഈ ഭൂമിക്ക് നൽകിയത് പരിശുദ്ധ കന്യകാമറിയമായതുകൊണ്ടാണ് അവളെ വിജ്ഞാനത്തിൻ്റെ കാരണമായി വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിച്ചത് എന്ന് നാം തിരിച്ചറിയുക. അതായത് പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനത്തെ ഇപ്രകാരം സ്ത്രീയായി ചിത്രീകരിച്ച് ആ സ്ത്രീ കേവലം പരിശുദ്ധ മറിയത്തിൻ്റെ ആദിരൂപമായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവർ വിചിത്രമായ ചില വാദങ്ങളിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. സഭാചരിത്രം പഠിച്ചാൽ ഒരു പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിന് സമാനമായൊരു സ്ത്രൈണ ത്രിത്വത്തെക്കുറിച്ചുള്ള പാഷണ്ഡത നിലവിലുണ്ടായിരുന്നു. ട്രിനോസോഫിയ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതായത് വിജ്ഞാന ഗ്രന്ഥത്തിലെ സ്ത്രീയും പരിശുദ്ധ കന്യകാമറിയവും യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച ക്രിസ്തു ശിഷ്യയായ മഗ്ദലനാമറിയും, ഇവർ മൂന്നും ചേർന്ന ഒരു ത്രിത്വത്തെ ആരാധിക്കണം എന്ന് വാദിക്കുന്നവർ, ഒരു സ്ത്രൈണ ത്രിത്വം, അതാണ് ഈ ട്രിനോസോഫിയ എന്ന പദം. തിയോളജിയ എന്നുള്ളതിന് പകരം അവർ പറയും തെയാളജിയ, അതിൻ്റെ സ്ത്രീലിംഗ രൂപം. ആ രീതിയിൽ അവരൊരു ദൈവശാസ്ത്രം തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓർക്കുക, ഇതെല്ലാം ഒരുപക്ഷെ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നു എന്നുള്ളതാണ് വസ്തുതാപരം. അവയെ ശരിയാം വിധത്തിൽ മനസ്സിലാക്കുക. പരിശുദ്ധ കന്യകാമറിയമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനമോ അടിസ്ഥാനപരമായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരുസഭയോ വിശുദ്ധ ഗ്രന്ഥമോ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അത്രയും ദൈവത്തിൻ്റെ കഴിവായ ജ്ഞാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതൊരു വ്യക്തിയായി അല്ല അവതരിപ്പിക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കി, അതോടൊപ്പം നാം മനസ്സിലാക്കുന്ന വസ്തുത, ഈ ദൈവീക ശക്തിയായ ദൈവത്തിൻ്റെ വിജ്ഞാനമായ സത്യത്തെക്കുറിച്ച് പറയപ്പെട്ട പല പ്രസ്താവനകളും ഈശോ മിശിഹായെക്കുറിച്ച് പുതിയ നിയമം പറയുന്നു എന്നുള്ളത് അല്പം പോലും അതിശയോക്തിപരമോ അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അസാംഗത്യവും ഇല്ല. കാരണം എന്താണ്? ഈ ദൈവത്തെക്കുറിച്ച് വിജ്ഞാന ഗ്രന്ഥത്തിൽ പറയപ്പെട്ടതെല്ലാം ഈശോ മിശിഹായ്ക്കും കൂടി ബാധകമാണ്. കാരണം അവിടുന്ന് ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന പുകമറ അസ്ഥാനത്താണ്, അയഥാർത്ഥമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്.
673 528. Phone 0496 266 4600.